43 വർഷങ്ങൾക്ക് ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കുവൈറ്റ് സന്ദർശിക്കുന്നതിന് ഏറെ പ്രത്യേകതകളുണ്ട്. ഇന്ത്യ കുവൈറ്റ് നയതന്ത്ര ബന്ധത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കുവൈറ്റ് സന്ദർശനം ഏറെ നിർണായകമാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി 47 വർഷക്കാലം കുവൈറ്റ് സന്ദർശിക്കാതെയിരുന്നത്? എന്താണ് പ്രധാനമന്ത്രിയുടെ ഇപ്പോഴത്തെ സന്ദർശനത്തിനു പിന്നിലെ ഉദ്ദേശം? ഇതിലൂടെ എന്താണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്? പരിശോധിക്കാം. വ്യാപാര സാംസ്കാരിക വിനിമയ രംഗങ്ങളിൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമായി ഇന്ത്യക്ക് നീണ്ട ചരിത്രം തന്നെയുണ്ട്. മാറുന്ന ആഗോള സാഹചര്യങ്ങളിൽ ഈ മേഖലയിലെ രാജ്യങ്ങളുമായി ഉറച്ച രാഷ്ട്രീയ, സാമ്പത്തിക, സാംസ്കാരിക ബന്ധങ്ങൾ വളർത്തിയെടുക്കുന്നതിൽ അതീവ ശ്രദ്ധയാണ് ഇന്ത്യൻ സർക്കാർ പുലർത്തുന്നത്. ഇതിന് കാരണവും പലതാണ്. സൗദി അറേബ്യ അടക്കമുള്ള മേഖലകളിൽ മറ്റു പല രാജ്യങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ ചെറിയൊരു രാജ്യമാണ് കുവൈറ്റ്. പക്ഷേ ആഗോളതലത്തിൽ കുവൈറ്റിന്റെ പ്രാധാന്യം വളരെയധികം വലുതാണ്. സൗദിയും UAEയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരുള്ള ഗൾഫ് രാജ്യം കുവൈറ്റാണ്. 1.1 ദശലക്ഷത്തിലധികം ഇന്ത്യക്കാർ കുവൈറ്റിൽ താമസിക്കുന്നുണ്ട്. കുവൈറ്റിലെ ഏറ്റവും വലിയ പ്രവാസി സമൂഹവും ഇന്ത്യക്കാർ തന്നെ. കുവൈറ്റിന്റെ സാമ്പത്തിക വളർച്ചയിൽ നിർണായക പങ്ക് വഹിക്കുമ്പോൾ തന്നെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിലും ഇവരുടെ സംഭാവനകൾ ചെറുതല്ല. എന്നാൽ പലവിധ വെല്ലുവിളികൾക്ക് നടുവിലാണ് കുവൈറ്റിലെ ഇന്ത്യൻ തൊഴിലാളികളുടെ ജീവിതം. ഈ വർഷം കുവൈറ്റിലെ മംഗാഫിലുണ്ടായ തീപിടുത്തത്തിൽ 45 ഇന്ത്യൻ തൊഴിലാളികളായിരുന്നു മരിച്ചത്. മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യങ്ങളുടെ ആവശ്യകതയിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. തൊഴിലാളികളുടെ ഇത്തരം ആശങ്കകൾ പരിഹരിക്കുന്നതിനൊപ്പം മികച്ച തൊഴിൽ സാഹചര്യങ്ങളും കരാറുകളും നിയമസഹായവും അടക്കം ഉറപ്പാക്കുക കൂടി ലക്ഷ്യമിട്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ കുവൈറ്റ് സന്ദർശനം. ഊർജ്ജ മേഖലയിലെ സഹകരണമാണ് മറ്റൊന്ന്. ചൈനയും അമേരിക്കയും കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. റഷ്യ കഴിഞ്ഞാൽ എണ്ണയ്ക്കായി ഇന്ത്യ കൂടുതൽ ആശ്രയിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളെയാണ്. സൗദിയും UAEയും ഇറാഖും കഴിഞ്ഞാൽ ഇന്ത്യക്ക് എണ്ണ നൽകുന്ന മുൻനിര ഗൾഫ് രാജ്യങ്ങളിൽ ഒന്നാണ് കുവൈറ്റ്. ഇസ്രായേൽ ഹമാസ് സംഘർഷം പോലെയുള്ള ആശങ്കകൾ നിലനിൽക്കുകയും ഊർജ്ജ സുരക്ഷ ഒരു പ്രധാന വെല്ലുവിളിയായി മാറുകയും ചെയ്യുമ്പോൾ എണ്ണ ഇറക്കുമതി സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യൻ സർക്കാർ. ഇവിടെ എണ്ണ ഉൽപാദന രാജ്യമെന്ന നിലയിലും സഖ്യകക്ഷി എന്ന നിലയിലും കുവൈറ്റിന്റെ പങ്ക് വിലമതിക്കാനാവാത്തതാണ്. വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളുമായുള്ള സാമ്പത്തിക സഹകരണവും കഴിഞ്ഞ കുറേ വർഷങ്ങളായി പുരോഗമിച്ചു വരികയാണ്. കുവൈറ്റിലേക്കുള്ള ഇന്ത്യൻ കയറ്റുമതി $2 ബില്യൺ പിന്നിട്ടു. കുവൈറ്റ് ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റിയുടെ ഇന്ത്യയിലെ നിക്ഷേപമാകട്ടെ $10 ബില്യൺ കടന്നു. IT, ഫാർമ, അടിസ്ഥാന സൗകര്യ വികസനം, സുരക്ഷ തുടങ്ങിയ മേഖലകളിലും സഹകരണത്തിന് പുതിയ വഴികൾ തുറക്കുകയാണ്. വിഷൻ 2035 ഭാഗമായി കുവൈറ്റ് കൂടുതൽ വിദഗ്ധ തൊഴിലാളികളെ തേടുമ്പോൾ നൈപുണ്യ വികസനത്തിൽ ഇന്ത്യയുടെ വൈദഗ്ധ്യം അവർക്ക് മുതൽക്കൂട്ടാവും. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയെയും വ്യാപാര മാർഗങ്ങളെയും നേരിട്ട് ബാധിക്കുന്ന ഗൾഫ് മേഖലയിൽ സ്ഥിരത നിലനിർത്തുന്നതിന് കുവൈറ്റുമായുള്ള പങ്കാളിത്തം നിർണായകമായാണ് ഇന്ത്യ കാണുന്നത്. ഇന്ത്യയുടെ സുരക്ഷാ താൽപ്പര്യങ്ങളെയും മേഖലയുടെ ആകെ സുരക്ഷയും വിലയിരുത്തുമ്പോഴും ഇന്ത്യയെ സംബന്ധിച്ച കുവൈറ്റ് സുസ്ഥിരമായൊരു പങ്കാളി തന്നെയാണ്. അതിനാൽ വ്യാപാരം, സുരക്ഷ, നയതന്ത്രം എന്നീ മേഖലകളിൽ സഹകരണം ശക്തമാക്കുന്നതിലൂടെ കുവൈറ്റുമായുള്ള ബന്ധം അരക്കിട്ടുറപ്പിക്കുകയായിരുന്നു പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യം.